ശീതകാല പച്ചക്കറികളുടെ വിളനിലമാണ് ഇടുക്കി കാന്തല്ലൂർ. ഈ മേഖലയിൽ നിന്ന് ഇത്തവണ ഓണക്കാലത്ത് ഒരു ലോഡ് പച്ചക്കറി പോലും കേരളത്തിലേക്ക് എത്തില്ലെന്ന അവസ്ഥയിലാണ്. കാലാവസ്ഥ ചതിച്ചതും ഹോർട്ടികോർപ്പ് അടക്കമുള്ള സർക്കാർ ഏജൻസികൾ പച്ചക്കറി സംഭരിക്കാത്തതുമാണ് തിരിച്ചടിയായത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് 10% പോലും പച്ചക്കറി കൃഷി കാന്തല്ലൂരിൽ ഇപ്പോഴില്ല. മുൻ വർഷങ്ങളിൽ സംഭരിച്ച പച്ചക്കറിയുടെ ലക്ഷക്കണക്കിന് രൂപയും കർഷകർക്ക് ലഭിക്കാനുണ്ട്. ശീതകാല പച്ചക്കറികളുടെ നാടായ വട്ടവടയും കാന്തല്ലൂരുമൊക്കെ ഇത്തവണ സമാനതകളില്ലാത്ത വരൾച്ചയാണ് നേരിടുന്നത്. തരിശായി കിടക്കുകയാണ് ഇവിടുത്തെ കൃഷിഭൂമി. ഇത്തവണ ഹോർട്ടികോർപ്പിന്റെ സംഭരണം പോലും ഉണ്ടാകില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഓണമുണ്ണാൻ മലയാളി ഇലയിടുമ്പോൾ ഇത്തവണ പച്ചക്കറിയിൽ കൈപൊള്ളുമെന്ന് ഉറപ്പാണ്. കേരളമാകെ മഴ തകർത്തപ്പോൾ അത്യാവശ്യത്തിന് പോലും കാന്തല്ലൂർ മേഖലയിൽ ഇത്തവണ മഴയുണ്ടായില്ല. ഇത് കർഷകന് വലിയ വെല്ലുവിളിയായി. കൂടാതെ ഹോർട്ടികോർപ്പ്, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ടീസ് പ്രൊമോഷൻ കൗൺസിൽ, ലേലവിപണി തുടങ്ങിയ സർക്കാർ ഏജൻസികൾ ഇത്തവണ ഒരു ലോഡ് പച്ചക്കറി പോലും സംഭരിക്കില്ലെന്ന് കർഷകർക്ക് വിവരം മുമ്പേ ലഭിച്ചു. അതിനാൽ കൃഷിയിടങ്ങൾ തരിശായി മാറി. മുൻ വർഷങ്ങളിൽ നാമമാത്രമായെങ്കിലും സർക്കാർ ഏജൻസികൾ പച്ചക്കറികൾ സംഭരിച്ചിരുന്നു. കൂടാതെ മുമ്പ് സംഭരിച്ച പച്ചക്കറിയുടെ 20 ലക്ഷം രൂപ ഹോർട്ടികോർപ്പ് നൽകാനുണ്ടെന്നും കർഷകർ പറയുന്നു. ഒന്നും കിട്ടില്ലേട്ടാ, ഒരു മാർഗമില്ലേട്ടാ. ഇത് എങ്ങനെ അറിയാമോ, ഈ കൃഷി വന്നിട്ട് ഞങ്ങളുടെ ഇത് തീരും. ഇത് ചെയ്യാൻ ആളില്ല. അപ്പോൾ ശരിക്കും നോക്കിക്കളണം, നമുക്ക് ന്യായമായിട്ട് വില ഇല്ല. കോച്ചുകുറിപ്പ് എടുക്കില്ല. പണ്ടൊക്കെ എടുത്ത് പൈസ കൊടുത്തില്ല. ഇവരെങ്ങനെ നമുക്ക് അവർ കൊടുക്കുന്ന, അവരെങ്ങനെ അവർ മേടിക്കുന്നവിടെ ഒന്നും കിട്ടില്ല. പിന്നെ നമ്മൾ ഇടാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇടുന്ന കൃഷിയൊക്കെ. കാന്തല്ലൂർ സ്പെഷ്യൽ ക്യാബേജ്, ബീൻസ്, ബട്ടർ ബീൻസ്, ക്യാരറ്റ്, ചുവന്നുള്ളി, തക്കാളി തുടങ്ങിയ പച്ചക്കറികളൊന്നും ഇത്തവണ കൃഷിയിടങ്ങളിൽ കാഴ്ചയ്ക്ക് പോലുമില്ല. പകരം വെളുത്തുള്ളി മാത്രമാണ് വ്യാപകമായി ഇത്തവണ കൃഷിയുള്ളത്. இந்த வட்டம் மழை இல்லாதனால எல்லாத்துக்கும் வெளுத்துளி ஃபுல்லாக உணங்கி போய் பகுதியோட சொட்டை விழுந்து போச்சு. வெளுத்துளிக்கு 2-3 நோய் வந்துருச்சு. இந்த சாம்பல் அடிக்கிற நோய், பழுப்பு நோய் இதெல்லாம் வந்து எல்லாத்துக்கும் இந்த வட்டம் வெளுத்துளி ஃபுல்லாகவே போச்சு. அது இல்லாமல் இருக்கிற வெளுத்துளிக்கு விலையும் இல்லாமல் போச்சு. முக்கால்வாசி பேர் கடனில் தான் இருக்காங்க. கொஞ்சம் பீன்ஸ் எல்லாம் நட்டுருந்தாங்க வெளுத்துளி ஓரத்தில், அதெல்லாம் வந்து ஆடி மாத காற்றுல ஃபுல்லாக அடித்து ஒடிஞ்சு போச்சு. இப்போ ஒரு பச்சைக்கறி ஒன்றுமே இல்லை. പെരുമല, പുത്തൂർ, കുളച്ചിവയൽ, ഗുഹനാഥാപുരം തുടങ്ങിയ പച്ചക്കറിയുടെ വിളനിലങ്ങളെല്ലാം തരിശു കിടപ്പാണ്. കാന്തല്ലൂർ വട്ടവട മേഖലയിലെ കർഷകരിൽ നിന്ന് നേരിട്ട് പച്ചക്കറി സംഭരിച്ചാൽ കമ്മീഷൻ സാധ്യത അടയുമെന്നും തമിഴ്നാട്ടിൽ നിന്ന് ഇടനിലക്കാർ മുഖേന പച്ചക്കറി സംഭരിച്ചാൽ അധികൃതർക്ക് നേട്ടമുണ്ടാകുമെന്നും കർഷകർ പറയുന്നു. വിളവും നമുക്ക് എടുക്കാനും പറ്റില്ല, ഇപ്പോൾ ഇടാനും പറ്റില്ല. മഴയില്ലാത്ത കാരണം കൊണ്ടില്ല. വിപണിയിൽ ഷാൻ എടുക്കുന്നില്ല. ഷാൻ എടുത്താൽ തന്നെ നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ. വിപണിയിൽ എടുക്കാതെ കാരണം കൊണ്ടാണ് നമുക്ക് പച്ചക്കറി ചെയ്യാൻ പറ്റാതെ വരുന്നത്. കൊളുത്താമലയിൽ ഉരുളക്കിഴങ്ങും കീഴാന്തൂർ മേഖലയിൽ ചില കർഷകർ ബീൻസ് കൃഷിയും മാത്രമാണ് ഒരുക്കിയിട്ടുള്ളത്. കാന്തല്ലൂരിലെ പച്ചക്കറി ഇല്ലാതാകുന്നതോടെ ഇവിടുത്തെ ടൂറിസം സാധ്യതകളടക്കം അടഞ്ഞു പോകുമെന്ന ഉറപ്പാണ്. കാന്തല്ലൂർ വട്ടവട മേഖലയിലെ പച്ചക്കറി കൃഷി നിലനിർത്താൻ കാര്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഓണക്കാലത്ത് ടൺ കണക്കിന് പച്ചക്കറി വിളയേണ്ട കാന്തല്ലൂരിലെ പുത്തൂർ മേഖലയിലുള്ള കൃഷിയിടങ്ങളാണ് എനിക്ക് മുന്നിൽ കാണുന്നത്. ഏക്കർ കണക്കിന് ഭൂമിയാണ് തരിശായി കിടക്കുന്നത്. ഹോർട്ടികോർപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൃത്യമായി പച്ചക്കറി സംഭരിക്കുകയും സബ്സിഡികൾ കൃത്യമായി കർഷകരിലേക്ക് എത്തുകയും ചെയ്താൽ മാത്രമേ ഇനി ഒരു പക്ഷേ ഇവിടെ പച്ചക്കറി കൃഷി ഉണ്ടാവുകയുള്ളൂ. ജെറിൻ കാട്ടൂരിനൊപ്പം കാന്തല്ലൂരിൽ നിന്ന് ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.